കൃഷ്ണന്മാർ, കൃഷ്ണന്മാരുണ്ട്, മറ്റേ ചെറിയ കൃഷ്ണന്മാർ. വലുപ്പത്തിലാണ് വ്യത്യാസം. പിന്നെ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ആദ്യം അലുമിനിയം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പനി ജോയിൻ ചെയ്തു. അവിടെ 2 കൊല്ലം ഉണ്ടായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിട്ടു. പിന്നെ ഒരു 3 കൊല്ലം ഒരു പബ്ലിക് സെക്ടറിലുണ്ടായിരുന്നു. പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. പിന്നെ ഹൈദരാബാദിൽ ഒരു ബാനിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. പബ്ലിക് സെക്ടർ കെല്ലല്ലേ? നീ അടയ്ക്കാൻ പോയാണോ പറഞ്ഞത്? പിന്നെ ഹൈദരാബാദിൽ ഒരു 6 കൊല്ലം ഉണ്ടായിരുന്നു ബാനി ERP. പിന്നെ അവിടുന്ന് പട്നി കമ്പ്യൂട്ടേഴ്സിൽ പോയി. പട്നി കമ്പ്യൂട്ടേഴ്സിന് സത്യം കമ്പ്യൂട്ടേഴ്സ് ഇൻഫോസിസിൽ വന്നു. ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഇൻഫോസിസിലായിരുന്നു. ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസം. പിന്നെ പേഴ്സണൽ സൈഡ് പറയുകയാണെങ്കിൽ ഞാൻ 2002 കല്യാണം കഴിച്ചു. അത് 2002 തന്നെ ഡിവോഴ്സായി. അത് ഏതാണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വീണ്ടും ഒരു കല്യാണം കഴിച്ചു. അത് 2005 കല്യാണം കഴിച്ചു. അത് പക്ഷെ 2006 ഡിവോഴ്സായിരുന്നു. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ കുഴപ്പമില്ലാതെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിലായി. പിന്നെ ഇനി 3ാമത്തെ കല്യാണം ഇങ്ങനെ അപ്പൊ ഡൈവേഴ്സിൽ റിസർച്ച് നടത്തണോ? ആദ്യം മലനാട് പറഞ്ഞ പോലെ എനിക്കൊരു ഡോക്ടറാകാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ആദ്യം ഡോക്ടറെ ട്രൈ ചെയ്തു. പിന്നെ ഒരു ഇൻസ്ട്രക്ഷണൽ എഞ്ചിനീയറെ ട്രൈ ചെയ്തു. ഇനിയിപ്പോ ഒരു ടീച്ചർ, ഒരു ബാങ്കർ, പിന്നെ സമയമുണ്ടെങ്കിൽ അപ്പൊ അതാണ് സ്ഥിതി. കുട്ടികളില്ല. ഇപ്പൊ താമസം തിരുവനന്തപുരം, ബാംഗ്ലൂർ. വീട്ടിൽ അമ്മ, സഹോദരി. ഒരു യൂറോപ്യൻ ലൈഫാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കൃഷ്ണകുമാറിന്റെ വളരെ വണ്ടർഫുൾ ആയിട്ട് ലൈഫാണ്. വളരെ നല്ലൊരു ഭാവി ഉണ്ടാവും. അടുത്ത മീറ്റിങ്ങിന് വരുമ്പോ നല്ലൊരു സൗകര്യം കൊണ്ട് വരും എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലേ? വളരെ നല്ല സന്തോഷകരമായ ഒരു ജീവിതം. ഇപ്പൊ സന്തോഷം ഏതല്ല, ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് ലക്ഷ്മൺ.